ഓരോ വ്യക്തിയുടെ ജീവിതവും നരകവും സ്വർഗവുമാക്കുന്നത് അയാൾക്കുള്ള ബന്ധങ്ങളാണ്. അയാൾക്കും അയാളുമായി ബന്ധപ്പെട്ടവർക്കുമുള്ള സ്വഭാവങ്ങളാണ് ജീവിതം സ്വർഗമോ നരകമോ ആക്കുന്നത്. ഒരാൾക്ക് മറ്റൊരാളോട് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിയുന്നതും പിന്നീട് മരണം വരെ സന്തോഷത്തോടെ ജീവിക്കുന്നതുമാണ് സ്നേഹമെന്നത് വെറും തോന്നൽ മാത്രമാണ്. അത് സിനിമയിലോ കഥയിലോ മാത്രമാണ്. യഥാർത്ഥത്തിൽ രണ്ടുപേർ നിരന്തരം കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കേണ്ട ഒന്നാണ് സ്നേഹം. അതിനെ നിയന്ത്രിക്കുന്നത് രണ്ടുപേരുടെയും സ്വഭാവങ്ങളാണ്. സ്നേഹത്തെ തകർക്കുന്ന ചില സ്വഭാവങ്ങൾ നമ്മൾ അറിയാതെ നമ്മളിൽ കുടികൊള്ളുന്നുണ്ടാകും. അത് കണ്ടെത്തി ഒഴിവാക്കാനാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഒന്നാമത്തത് ഒബ്സഷൻ ആണ്. എന്താണ് ഒബ്സഷൻ? ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം നിരന്തരം ചിന്തിക്കുന്ന അവസ്ഥയാണ്. ഇതിനെ സ്നേഹമെന്ന് ഒരിക്കലും വിളിക്കരുത്. കാരണം രണ്ട് വ്യത്യസ്ത മാതാപിതാക്കൾക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉണ്ടായവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് ഒബ്സഷൻ പറ്റില്ല. ഒബ്സഷൻ ഉള്ളവർ പരസ്പരം എന്നും വഴക്കാളികളായിരിക്കും. ഒട്ടും സ്വാതന്ത്ര്യമില്ലാതെ പങ്കാളിയെ സ്നേഹിച്ച് വീർപ്പുമുട്ടിച്ച് കൊല്ലുന്നൊരു അനുഭവമായിരിക്കും. 2, ജലസി, അസൂയ. പങ്കാളിയെ മറ്റൊരാൾ സ്നേഹിക്കുന്നതോ പങ്കാളി മറ്റൊരാളെ സ്നേഹിക്കുന്നതോ കാണുമ്പോഴേക്ക് സംശയരോഗവും വഴക്കുമായി. അതുപോലെ പങ്കാളി നമ്മളെക്കാൾ കൂടുതൽ സൗന്ദര്യമോ സമ്പത്തോ ജോലിയോ അംഗീകാരമോ ഉള്ള ആളായി മാറുമ്പോൾ അസൂയ തോന്നുന്നു. 3, ഫൈറ്റ് ടു വിൻ, നോട്ട് ഫൈറ്റിംഗ് ടു സേവ് ദി റിലേഷൻ. അഥവാ തർക്കത്തിൽ ജയിക്കാനുള്ള ശ്രമവും പ്രവണതയും. സത്യത്തിൽ കുടുംബത്തിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ ആദ്യം നോക്കേണ്ടത് ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്നല്ല, മറിച്ച് ഈ കുടുംബം തകരാതിരിക്കാൻ നമുക്ക് എങ്ങനെ ആരോഗ്യപ്രദമായി തർക്കിക്കാമെന്നായിരിക്കണം. മാത്രമല്ല ഈ കുടുംബം ഒന്നിച്ചു നിന്നിട്ട് എന്താണോ പ്രശ്നം, ഏത് വിഷയത്തെക്കുറിച്ചാണോ തർക്കം വരുന്നത്, ആ പ്രശ്നത്തെ ഒന്നിച്ചു നിന്ന് നേരിടാൻ പഠിക്കണം. 4, ട്രീറ്റിംഗ് വൺ അനദർ വിത്ത് കണ്ടംപ്റ്റ്. അതായത് കുറ്റപ്പെടുത്തൽ, പുച്ഛം, അവജ്ഞ. സത്യം പറയട്ടെ, 100 കണക്കിന് കുടുംബ കൗൺസിലിംഗിൽ നിന്ന് മനസ്സിലാക്കിയത് പല കുടുംബങ്ങളും തകരുന്നതിൻ്റെ പ്രധാന വില്ലൻ ഈ പങ്കാളിയെ നിരന്തരം കുറ്റപ്പെടുത്തലും പങ്കാളിയോടുള്ള പുച്ഛവും പങ്കാളിയോടുള്ള അവജ്ഞയുമാണ്. ഒരു കാര്യം പറയട്ടെ, രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇതെങ്ങനെയോ സംഭവിച്ചും പോകും. കാരണം നിരന്തരം കാണുന്ന ആളാണ് ജീവിത പങ്കാളി. 24/7 അവരോട് അറിയാതെ ചിലപ്പോൾ കുറ്റപ്പെടുത്തി പോകും, പുച്ഛിച്ചു പോകും, അവജ്ഞയോടെ സംസാരിച്ചു പോകും. പക്ഷെ ഇതൊരു വലിയ അപകടമാണ്. ബി കെയർഫുൾ. 5, ലീവിങ് യുവർ പാർട്ട്ണർ ഔട്ട്. പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകി പങ്കാളി അങ്ങ് വിട്ടേക്കുക. എനിക്ക് എൻ്റെ പങ്കാളി ഒരു സംശയമില്ലേ, എതിൽ പോയാലും എനിക്കൊരു കുഴപ്പമില്ലേ എന്ന് പറഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യം. അവസാനം കൈവിട്ട് കഴിഞ്ഞായിരിക്കും തിരിച്ചറിയുന്നത്, അല്ല ഒരു ചെറിയ അന്വേഷണമൊക്കെ ആകാമായിരുന്നു, എവിടെയാ, എന്താ, സുഖാണോ എന്നുള്ള ഒരു അന്വേഷണം. 6, ട്രയാങ്കുലേഷൻ, ത്രികോണ പരമ്പര. എന്താന്ന് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? ഭാര്യയും ഭർത്താവും പരസ്പരം തർക്കിക്കുമ്പോൾ മൂന്നാമതൊരാളെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് സാക്ഷിയായി വെക്കുന്നത്. പലപ്പോഴും അത് ചിലപ്പോൾ ഭർത്താവ് അവൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ, ഭാര്യ അവളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് ഒരാളെ ഒക്കെ ആയിരിക്കും സാക്ഷിയായിട്ട് മൂന്നാമതൊരാളെ കൊണ്ടുവരിക. അതോടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള തർക്കം അതൊരു കുടുംബ